ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ആദ്യനും അന്ത്യനുമാകുന്നു. നമ്മുടെ ദൈവം ആരംഭത്തിങ്കിൽ തന്നെ അവസാനം അറിയുന്ന ദൈവമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയെ നിങ്ങൾ അഭിമുഖീകരിക്കുകയാണോ? നിങ്ങൾ ഇന്നുവരെ കാണാത്ത, നിങ്ങൾ ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു വലിയ കഷ്ടത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? അങ്ങനെയെങ്കിൽ കേട്ടുകൊള്ളുക, നമ്മുടെ ദൈവം ആദ്യനും അന്ത്യനുമാകുന്നു. നമ്മുടെ ദൈവം ആരംഭത്തിങ്കിൽ തന്നെ അവസാനം അറിയുന്നവനാകുന്നു. ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രയീമെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരുമ്പോൾ, ദൈവം കൊണ്ടുവരുമ്പോൾ അവർ ഒരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിച്ചു. മുൻപിൽ ചെങ്കടൽ, മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. പിൻപിൽ ഫറവോനും അവൻ്റെ സൈന്യവും. അവർക്കൊത്തിരി അനുഭവ പരിചയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അവർ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ പകച്ചു നിന്നു. അവർ മോശയോട് പിറുപിറുക്കാൻ തുടങ്ങി. മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മോശ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. എനിക്കൊരു ചോദ്യമുണ്ട്. നാം ഇന്ന് പകൽ ധ്യാനിക്കേണ്ട ഒരു ചിന്തയുണ്ട്. അവർക്കതൊരു പുതിയ പ്രശ്നമാണ്, ഇന്നുവരെ കാണാത്തതാണ്, പുതിയതാണ്. ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വണ്ണം അവരെ കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്നാൽ ദൈവത്തിനോ, നീ ജനിക്കുന്നതിന് മുൻപ് നിന്റെ ആരംഭവും അവസാനവും അറിയുന്ന ദൈവത്തിന് നിന്റെ ജീവിതത്തിലെ പ്രശ്നം ഒരു പുതിയതാണോ? നാം എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്? പ്രിയപ്പെട്ടവരെ, മോശ നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴാണ് പ്രശ്നത്തിന്റെ മുൻപിൽ വന്നു നിൽക്കുന്നത്. മുന്നോട്ട് പോകാൻ പറ. ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്ന് നീ ചുവട് വെച്ചാൽ കാണും. വിശ്വാസത്തോടെ ചുവട് വെച്ച് നോക്ക്. ചെങ്കടൽ വഴിമാറാൻ പോവുകയാണ്. ഞാൻ നിലത്തെ ഉണക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ കരുതൽ, നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് കാണുന്ന എനിക്ക് നിങ്ങളുടെ പ്രശ്നം ഒരു പുതുമയല്ല. നാം എങ്ങനെയാണ് പ്രശ്നത്തെ കാണുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നാം വിശ്വസിക്കാൻ തയ്യാറാകണം. നമ്മുടെ ദൈവം ഈ പ്രശ്നത്തെ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് ചുവട് വയ്ക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കരുതലുകളെ നിങ്ങൾ കാണാൻ പോവുകയാണ്. മറഞ്ഞിരിക്കുന്നത് പുറത്തു വരാൻ പോവുകയാണ്. ദൈവം നമ്മുടെ പ്രശ്നത്തെ കാണുന്നവനാണ്. ദൈവം നോക്കിയപ്പോൾ നമ്മിൽ കണ്ട ഏറ്റവും വലിയ പ്രശ്നം നാം മരണത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ്. അന്ന് നമ്മൾ ജനിച്ചിട്ടില്ല. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ നമ്മൾ ജനിച്ചിട്ടില്ല. ദൈവം വിചാരപ്പെട്ടത് ലോകസ്ഥാപനത്തിന് മുൻപാണ്. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ടായിരുന്നു. നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയ പ്രശ്നത്തെ ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം കണ്ടു. ആ പ്രശ്നത്തിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ കരുതി വെച്ചു. അതിലും വലിയ പ്രശ്നമൊന്നും നമുക്കില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മരണമാണ് പ്രശ്നം. എന്നാൽ ഇന്ന് പകൽ നാം മക്കളാണെങ്കിൽ, ജീവിതത്തിൽ ദൈവം വിളിച്ചിറക്കിയതിന് ശേഷം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വലുതെന്ന് നമുക്ക് തോന്നുന്നത് നിങ്ങളെ ഇട്ട് തകർക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണം. നിങ്ങളുടെ പ്രശ്നത്തെ നോക്കി പറയണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന്. എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണെന്ന് നിങ്ങളുടെ സാഹചര്യത്തെ നോക്കി നിങ്ങൾ പറയണം. പകച്ചു നിൽക്കാതെ മുൻപോട്ട് ചുവട് വയ്ക്കാൻ തയ്യാറാകണം. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.